ഇതേപോലെ ഒരു ബട്ടർ ചിക്കൻ പോള നിങ്ങൾ കഴിച്ച് നോക്കിനോ? അടിപൊളി ടേസ്റ്റ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, വല്ലാണ്ട് ചെറുതാക്കിയിട്ടില്ല, ഒരു മീഡിയം വലിപ്പമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂണ് മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് വീഡിയോയിൽ മിസ്സായതാണ്. ഇനി ഒരു ചെറിയ പീസ് ചെറുനാരങ്ങൻ്റെ നീരില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ പുളിയുള്ള തൈരില്ലേ അതൊരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. അഥവാ നിങ്ങൾക്ക് ടൈം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അന്നപ്പോൾ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിൻ്റെ മസാല ഇല്ലേ അതുണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ തന്നെ സൺഫ്ലവർ ഓയിലില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ മെൽറ്റായതിന് ശേഷം 1 ടീസ്പൂൺ ചെറിയ ജീരകയില്ലേ അത് ഇട്ടിട്ട് ഒന്ന് പൊട്ടി വന്നാൽ നമ്മളെ നേരത്തെ ചിക്കൻ ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കൻ ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2-3 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ ഇതാ 2-3 മിനിറ്റ് ഞാൻ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 നല്ല കുഞ്ഞ് ഉള്ളി ആയതുകൊണ്ട് 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അഥവാ മീഡിയം വലിപ്പമുള്ളതും അല്ലെ വലിയതൊക്കെ ആണെങ്കിൽ 1 എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് 2-3 മിനിറ്റ് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു തക്കാളിൻ്റെ പകുതി ഇല്ലേ അതാണ്, ചെറുതാണെങ്കിൽ ഒരു തക്കാളി മുഴുവനായിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികൾ കൂടി പോകണ്ട കേട്ടോ, കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അതിനൊരു മഞ്ഞൾപ്പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലൻ്റെ പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ പൊടികളുടെ പച്ചമണക്ക മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു രീതിയിലാട്ടോ ഇതിൻ്റെ മസാല ഉണ്ടാക്കുക. അല്ലാണ്ട് നമ്മൾ സ്വതവേ ഉണ്ടാക്കൽ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ചിക്കൻ ആദ്യം വേവിച്ചിട്ട് അങ്ങനെയൊക്കെ അല്ലേ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കനും കുക്കായി വരും. അപ്പോൾ ഇതാ ഞാൻ 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലപോലെ കുക്കായിട്ട് ഉള്ളിൻ്റെയും തക്കാളിൻ്റെ ഒക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ട് നല്ല പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. ഈ ബട്ടർ ചിക്കനിൽ പൊതുവേ കസൂരി മേത്തിയുടെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇട്ടാലും ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പം വേണ്ടത് 1 ടീസ്പൂണ് ഏതെങ്കിലും മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ഉണ്ടാവില്ലേ അതെടുക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം, കുക്കിംഗ് ക്രീം ഏത് വേണമെങ്കിലും എടുക്കുക കേട്ടോ. മധുരമില്ലാത്ത ഏത് ക്രീം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. 1 ടീസ്പൂൺ മതി കേട്ടോ. അതും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, ഒരുപാട് ടൈമിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 2 മുട്ടൻ്റെ മെഷർമെൻ്റ് ആട്ടോ ഞാനിപ്പോൾ പറയുന്നത്. ഇതിൽ കൂടുതലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മുട്ടൻ്റെ അളവ് കൂട്ടിയെടുക്കണം.
ഇനിയിപ്പം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. വെളിച്ചെണ്ണ എടുക്കണ്ട, വെളിച്ചെണ്ണ ടേസ്റ്റ് വേണ്ട കേട്ടോ. അപ്പോൾ എന്താ പറയുക, വല്ലാത്ത വേറൊരു ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിവാക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ല പോലെ അടിച്ചെടുക്കുക കേട്ടോ. 2-3 സെക്കൻഡ് ഒന്ന് നല്ല പോലെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായത് ഞാൻ നല്ലോണം അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. മുട്ടയും പാലൊക്കെ നല്ലോണം നമുക്ക് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തന്നെ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 മുട്ടയ്ക്ക് 1/4 കപ്പ് മൈദ, അത് കറക്റ്റ് അളവാട്ടോ. ഇനി ഇതും നല്ല പോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളെ ബാറ്റർ ഇവിടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാട്ടോ നമുക്ക് വേണ്ടത്. എന്താ ഒരുപാട് കട്ടിയിലല്ല, ഈ ഒരു ലൂസിലാട്ടോ നമുക്ക് വേണ്ടത്. എന്നാലാണ് നമുക്ക് നല്ല എന്താ പറയുക സോഫ്റ്റിൽ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് എന്താ പറയുക പോള ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സോസ് പാനില്ലേ അതാട്ടോ എടുത്തത്. അതിൽ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് എന്താ പറയുക മെൽറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ബാറ്റർ ഇല്ലേ അത് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ തീ വേണ്ടത്. നമ്മളെ ബാറ്റർ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമ്മളെ നേരത്തെ ഫില്ലിംഗ് ഇല്ലേ അതൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തും മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സ്പൂൺ വെച്ചല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചു ഇടാം കേട്ടോ. അത് ഓരോരുത്തർ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യാം. ഇനിയിപ്പോൾ ഇതേപോലെ ഒരു പഴയ പാനില്ലേ അതാദ്യം നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം അതിൻ്റെ മേലെ ഈ പാത്രം വെച്ച് കൊടുക്കാം. നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ തീ വേണ്ടത്. എന്നിട്ട് ഈ ഹോൾസ് ഞാൻ ഒരു ചെറിയ ടിഷ്യൂ പേപ്പറോടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റ് 20 മിനിറ്റ് ആയപ്പോൾ പോള നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടി കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം കേട്ടോ. ടൂത്ത് പിക്കൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് ഉള്ളത്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വരും. അപ്പോൾ ഇതാ ഇപ്പോൾ നല്ലോണം എന്താ പറയുക ചൂടൊക്കെ പോയിട്ട് സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ എന്താ പറയുക ഇതിൻ്റെ എന്താ പറയുക അടിഭാഗമൊക്കെ തീരെ കരിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ അതേപോലെ ചെയ്തുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. വൈകുന്നേരം ചായക്കൊക്കെ ഇതിൻ്റെ ഒരു പീസ് മതി കേട്ടോ കഴിക്കാൻ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞാൻ ഇത്രയും പറയുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെ പറയാനുണ്ടോ എന്ന്. അത്രയ്ക്കും അടിപൊളിയാണ്. അതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. എല്ലാവരും ട്രൈ ചെയ്ത്